ഇനി നോക്കി ഇമാം തബരി റളിയല്ലാഹു അൻഹു പറയുന്നു വകാനത് ആദിഹിൽ ആലിഹതു യഅബുദുഹാ ഖൗമു നൂഹിൻ. ഈ ഇലാഹുകൾ, ഈ വദ് സുഅ യഗൂസ് യഊഖ് നസ്ർ തുടങ്ങിയ ഈ സാധനങ്ങള് അവരെ ഇലാഹുകളായിരുന്നു. യഅബുദുഹാ ഖൗമു നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അവരെ ആരാധിച്ചിരുന്നു. തുമ്മത്തഖദഹൽ അറബു ബഅദ ദാലിക, ശേഷം നൂഹ് നബിന്റെ ഖൗമ് പോയതിന്റെ ശേഷം, ഒരുപാട് തലമാറുകൾ കഴിഞ്ഞതിന്റെ ശേഷം അറബികളും ഈ കാണുന്ന വസ്തുക്കളെ ഇലാഹാണെന്ന് വിശ്വസിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇമാം തബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തീർന്നില്ല, ഇനി നോക്കിക്കോ. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു കാനത്ത് ആലിഹതൻ യഅബുദുഹാ ഖൗമു നൂഹിൻ, ഇതിനെ നൂഹ് നബിന്റെ ജനത ആരാധിച്ചിരുന്ന ഇലാഹുകളാണ് കേട്ടോ. ഏത്? വദ് സുവാ യഗൂസ് യഊഖ് നസ്ർ. ഇനിയും കേട്ടോ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു ഹാദിഹി അസ്നാമുൻ കാനത്ത് തുഅബദു ഫീ സമാനി നൂഹിൻ, ഇത് വിഗ്രഹത്തിന്റെ പേരുകളാണ്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ അന്ന് ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹത്തിന്റെയും അതുപോലെ പ്രതിമകളുടെയും പേരുകളാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം തബരി രേഖപ്പെടുത്തുന്നു. എന്തിനാ കൂട്ടരെ ഇതൊക്കെ നിങ്ങൾ മൂടി വെക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? മനഃപൂർവ്വമല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഈ മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ മൂടി വെച്ച് പാവപ്പെട്ട ജനങ്ങളോട് കള്ളം പറയുന്നത്? കിതാബ് വായിക്കാൻ അറിയാത്ത, കിതാബ് നോക്കാൻ തിരിയാത്ത സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്നത് ഇതിന് വേണ്ടിയല്ലേ മൗലവിമാരെ? സുബ്ഹാനല്ലാഹ്. ഇലാഹുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന വദ് സുവാ യഗൂസിനെ കൊണ്ടുവന്ന് അവരൊക്കെ സ്വാലിഹീങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അവരോട് നമ്മുടെ സുന്നികൾ സഹായം ചോദിച്ചതുപോലെ സഹായം ചോദിച്ചതാണ് തെറ്റ്. എത്ര വലിയ പച്ച നുണയാണ് ഈ കദ്ദാബീങ്ങൾ ഇവിടെ പറഞ്ഞു പോയത്. അള്ളാന്റെ പേടിയുണ്ടോ ഇവർക്ക്? അള്ളാന്റെ പേടിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണക്കാർക്ക് അറിയോ ഇത്? പാവങ്ങൾക്കറിയോ? അവരിൽപ്പെട്ട സാധാരണക്കാർ പാവങ്ങളാണവർ. ഈ മൗലവിമാരെ പ്രസംഗം കേട്ട് ചതിയിൽപ്പെട്ടുപോയി. സത്യം മനസ്സിലാക്കാനുള്ള ഹൃദയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ഈ മൗലവിമാർ ആദ്യം തന്നെ അവരെ സാധാരണക്കാരോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ തലയെക്കെട്ട് കെട്ടിയ മൗലവിമാരും കള്ളം പറയുന്നവരാണ്, അവരെ വിശ്വസിച്ചുകൂടാ, അവർ പറയുന്നത് കേട്ടുകൂടാ, കളവ് പറയുന്നവരാണെന്ന് പറഞ്ഞ് അവരെ സാധാരണക്കാരെ ധരിപ്പിച്ചു പോയി. നിങ്ങൾ ആലോചിച്ചു, ഈ പാവങ്ങളെ പറ്റിക്കുകയാണ് ഇവർ. ഇലാഹാണെന്ന് വിശ്വസിച്ച് ആരാധിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിനോട് തുലനം ചെയ്യുകയാണ്. ഇനി നോക്ക്,